ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പഠനത്തിനായി നമുക്ക് എന്തൊക്കെ ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂവിന് ചോദിച്ചിരുന്നു മാത്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് ക്ലാസ് റൂമിൽ എന്തൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ DLEDൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യമായി പറയുന്നത് നമ്മുടെ സ്ഥാനവില ബോർഡ് അല്ലേ. സ്ഥാനവില ബോർഡ് നമുക്ക് 1, 2, 3, 4 ക്ലാസ്സുകളിൽ ഈ സ്ഥാനവില ബോർഡ് മാത്സ് പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ സംഖ്യയെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ, ഒരു സംഖ്യയുടെ സ്ഥാനവില എത്രയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ഥാനവില ബോർഡ് ഉണ്ടാക്കി കുട്ടികളെ എന്ത് ചെയ്യാം, ഒരു സംഖ്യ കാണിച്ചാൽ അതിലെ ഓരോ അക്കത്തിൻ്റെയും സ്ഥാനവില എത്രയാണെന്ന് പഠിപ്പിക്കാനായിട്ട് സ്ഥാനവില ബോർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഫ്രാക്ഷൻ ഡിസ്ക് കേട്ടോ. ഫ്രാക്ഷൻ ഡിസ്ക് അതായത് ഭിന്നസംഖ്യ പഠിപ്പിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്രാക്ഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ലേണിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലും 4-5 ക്ലാസ്സുകൾക്കായിട്ടാണ് ഈ ഒരു ഫ്രാക്ഷൻ ഡിസ്ക് യൂസ് ചെയ്യുന്നത്. ഭിന്നസംഖ്യ എന്ന ആശയം കുട്ടിയിലേക്ക് വളരെ രസകരമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രാക്ഷൻ ഡിസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, അവയെക്കുറിച്ചുള്ള താരതമ്യം, ഇതിനൊക്കെ നമുക്ക് ഈ ഫ്രാക്ഷൻ ഡിസ്ക് യൂസ് ചെയ്യാം. അതുപോലെ അംശം 1 വ്യത്യസ്ത ഛേദമുള്ളവയുടെ താരതമ്യത്തിന് നമുക്ക് ഫ്രാക്ഷൻ ഡിസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ തന്നെയാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ ഒരു പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കാനായിട്ടുള്ളൊരവസരം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് വെച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു റൗണ്ടിലാണല്ലോ എടുക്കുന്നത്, സർക്കിൾ ഷേപ്പിലാണ് എടുക്കുന്നത്. അതിനെ ഓരോന്നായിട്ടും മുറിച്ചെടുക്കുന്നു, അങ്ങനെ ഭാഗിക്കും കേട്ടോ. അതിനെ ഭാഗിച്ചിട്ട് ഓരോന്നും ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമെന്ന് കാണാനായിട്ട് കുട്ടിയോട് പറയുന്നു. വലുത് ഏതു ഭാഗമാണെന്ന് താരതമ്യം ചെയ്യുന്നു, ഒന്നിലധികം ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര ഭാഗം കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ നിർദ്ദേശിക്കുന്ന ഭിന്നസംഖ്യയ്ക്കനുസരിച്ച് ആ ഒരു ഫ്രാക്ഷൻ ഡിസ്കിനെ വിഭജിക്കാനുള്ള കഴിവ്, ഇതൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നേടുന്നുണ്ട്. അപ്പം 4-5 ക്ലാസ്സുകളിലാണ് ഫ്രാക്ഷൻ ഡിസ്ക് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഷൂട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഷൂട്ടിംഗ് ബോർഡ് 2, 3, 4 ക്ലാസ്സുകളിലാണ്. ഷൂട്ടിംഗ് ബോർഡിൽ ഒരു സംഖ്യ എഴുതിയാൽ ആ സംഖ്യയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ ഷൂട്ടിംഗ് ബോർഡ്, ഇവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്ത് ഈ റൗണ്ട് ഓരോരോ റൗണ്ടിനകത്തായിട്ട് കൊടുത്തേക്കും, എന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് സംഖ്യയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതുന്നു. എന്നിട്ട് അതിനനുസരിച്ച് കുട്ടി ഏതിലേക്കാണോ കുട്ടി ഈ ഷൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് സ്ഥാനവില എത്രയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഷൂട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്പ്ലേ ബോർഡ്. ഡിസ്പ്ലേ ബോർഡ് 1, 2, 3 ക്ലാസ്സുകൾക്കാണ് ഡിസ്പ്ലേ ബോർഡ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. പാറ്റേൺ കണ്ടെത്താൻ, അതുപോലെ വരിയും നിരയും തുല്യമാക്കി വെക്കാവുന്ന സംഖ്യകൾ കണ്ടെത്താനും സങ്കലനത്തിനും ഗുണനത്തിനും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിസ്പ്ലേ ബോർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ആ ബോർഡിൽ നിന്നും കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ പാറ്റേണുകൾ കണ്ടെത്തുന്നുണ്ട്. അതിനെ വരിയായും നിരയായും ക്രമീകരിക്കാനായിട്ട് കുട്ടി പഠിക്കുന്നു. അത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേ ബോർഡ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സംഖ്യാകോണി എന്നൊരു ലേണിംഗ് എയ്ഡ് ഉണ്ട്. സംഖ്യാകോണി അത് 1, 2 ക്ലാസ്സുകളിലാണ് സംഖ്യാകോണി യൂസ് ചെയ്യുന്നത്. സംഖ്യകളെ ക്രമീകരിക്കാനാണ് കേട്ടോ സംഖ്യാകോണി യൂസ് ചെയ്യുന്നത്. സംഖ്യകളെ ക്രമീകരിക്കാനാണ്. ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സംഖ്യകൾ എഴുതിയ സ്ട്രിപ്പ് നൽകുന്നുണ്ട്. എന്നിട്ട് അവയുടെ വലിപ്പക്രമത്തിനനുസരിച്ച് കോണിപ്പടിയിലെ പോക്കറ്റിൽ നിക്ഷേപിക്കാനായിട്ട് കേട്ടോ. കോണിപ്പടിയിൽ സംഖ്യകൾ എഴുതിയ കാർഡുകൾ നിക്ഷേപിക്കാവുന്ന പോക്കറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് ഓരോ പോക്കറ്റിലും കുട്ടി തൻ്റെ കയ്യിലിരിക്കുന്ന സംഖ്യകളെ നിറച്ച് പോകും. അതാണ് സംഖ്യാകോണി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ലളിതമായി കിട്ടാവുന്നതാണ് നമ്മുടെ തീപ്പട്ടി കമ്പുകെട്ടുകൾ അല്ലേ. പിന്നെ സ്ട്രോ കെട്ടുകളും. എന്തിനൊക്കെയാണ്, 1, 2, 3, 4 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ തീപ്പട്ടി കമ്പുകെട്ട്, സ്ട്രോ കെട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികളിൽ സംഖ്യാബോധം വളർത്താൻ, സ്ഥാനവില എന്ന ആശയം പറഞ്ഞു കൊടുക്കാം. അതുപോലെ വിവിധ രൂപങ്ങൾ അല്ലെ, ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കാനായിട്ട്, ചുറ്റളവ് കാണാനായിട്ട്, അത് രൂപങ്ങളുമായി ബന്ധപ്പെട്ട പസിലുകൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ തീപ്പട്ടി കമ്പുകെട്ടുകളും സ്ട്രോ കെട്ടുകളൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ യൂസ് ചെയ്ത് തന്നെ കുട്ടികളെ അഡീഷൻ പഠിപ്പിക്കാം, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ നമുക്ക് ഈ ഒരു ലേണിംഗ് എയ്ഡ് വെച്ച് തന്നെ നമുക്ക് നോക്കാം. പിന്നെ അടുത്തുള്ളതാണ് ഗണിത പാമ്പ്. 3, 4 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ ഗണിത പാമ്പ് എന്ന് പറയുന്ന ലേണിംഗ് എയ്ഡ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഈ എന്താണ് ഒരു ഗെയിം പോലെയാണ്. ഈ പാമ്പിൻ്റെ ദേഹത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ നമ്പേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൈസ് എറിയുന്നു, അവ തമ്മിൽ ഏതെങ്കിലും ചെറിയ ക്രിയ ചെയ്ത് 1 കിട്ടിയാൽ 1ലേക്ക് കയറാം. അടുത്ത ഊഴത്തിൽ ഏതെങ്കിലും ക്രിയ ചെയ്താൽ 2 കിട്ടിയാൽ 2ലേക്ക് കയറാം. അങ്ങനെ നമ്മുടെ പാമ്പും കോണിയും പോലെ തന്നെ നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഓരോ നമ്പറിലോട്ട് പോകുന്നു. നമ്പറുകളെ കുറിച്ച് കൃത്യമായ ചതുഷ്ക്രിയകൾ പ്രബലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? നമ്മുടെ ഗണിത പാമ്പാണ് കേട്ടോ, ഗണിത പാമ്പ്. ഇനി നമ്പർ ട്രാക്ക് ഉണ്ട്. നമ്പർ ട്രാക്ക് എന്ന് പറയുന്നത് ഒരക്ക സംഖ്യ ഉൾപ്പെടുന്ന സങ്കലന വ്യവകലന ക്രിയകൾ മനക്കണക്കായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് എയ്ഡാണ് നമ്പർ ട്രാക്ക് എന്ന് പറയുന്നത്. എന്താണ്? ഒരക്ക സംഖ്യ ഉൾപ്പെടുന്ന സങ്കലന വ്യവകലന ക്രിയകളൊക്കെ മനക്കണക്കായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ ട്രാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ട്രാക്ക് യൂസ് ചെയ്ത് ഒരക്കത്തിലുള്ള സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നമ്പർ ട്രാക്ക് വെച്ച് പഠിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഡൈസ് കളി ഡൈസ് കളി എങ്ങനെയാണ്? അതുപോലെ കുട്ടികളിലെ എന്താണ് 2, 3, 4 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ ഒരു ഡൈസ് കളി. നമ്മൾ ഡൈ എറിയാറില്ലേ നമ്മുടെ പാമ്പും കെട്ട അത് തന്നെയാണ് കേട്ടോ. ചതുഷ്ക്രിയകൾ ഉറപ്പിക്കാൻ. ചതുഷ്ക്രിയകൾ ഏതൊക്കെയാണ് ചതുഷ്ക്രിയകൾ എന്ന് പറയുന്നത്? വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണ് കേട്ടോ. 4 ക്രിയകൾ, അതാണ് ചതുഷ്ക്രിയകൾ എന്ന് പറയുന്നത്. അത് ഉറപ്പിക്കാൻ. അതുപോലെ ഇതെല്ലാം കുട്ടികൾ ചെയ്യുന്നത് കളിയിലൂടെയാണ് കളിയിലൂടെ നമ്മളൊരു കാര്യം, ഒരു അറിവ് നേടുമ്പോൾ അത് ദീർഘകാലം നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കും നമ്മൾ നിർബന്ധപൂർവം പഠിക്കുന്ന കാര്യവും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്ന കാര്യവും തമ്മിൽ നിലനിൽക്കുന്ന ആ ഒരു അളവെന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡൈസ് കളിയിലൂടെയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്ഷരങ്ങളെക്കുറിച്ചും, അക്കങ്ങളെക്കുറിച്ച് വലിയൊരു ധാരണ നേടുന്നുണ്ട്. അതുപോലെ കാർഡ് കളി 2, 3, 4 ക്ലാസ്സുകളിൽ കാർഡ് കളി കൊടുക്കാൻ നമുക്ക് ഒരക്ക സംഖ്യ ഉൾപ്പെടുന്ന സങ്കലന വ്യവകലന ക്രിയകളൊക്കെ മനക്കണക്കായി ചെയ്യുന്നതിനാണ് കാർഡ് കളിയും യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ട്രാക്കും അതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പൊട്ട് സ്ട്രിപ്പ്, ഗുണനം പഠിപ്പിക്കാനായിട്ട് പൊട്ട് സ്ട്രിപ്പ് യൂസ് ചെയ്യാം ആവർത്തന സങ്കലനമാണ് ഗുണനം എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കാം. നമ്മൾ ആവർത്തിച്ച് കൂട്ടുന്നത് നമ്മൾ ഗുണിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ആശയം കുട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് പൊട്ട് സ്ട്രിപ്പ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് സംഖ്യാ ടോക്കണുകൾ യൂസ് ചെയ്യാം സംഖ്യാ ടോക്കണുകൾ ഓരോ ടോക്കണായിട്ട് ഒരു കോയിൻ്റെ വലിപ്പത്തിൽ സംഖ്യകളെ കാർഡ്ബോർഡ് വെച്ച് വെട്ടിയെടുത്തിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. അതുപോലെ സംഖ്യാ പാറ്റേൺ ഫില്ല് ചെയ്യാൻ വരുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്നതിൽ ഉത്തരമുണ്ടെങ്കിൽ കുട്ടി അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സംഖ്യാ ടോക്കണുകൾ ഉപയോഗിക്കാം. അതുപോലെ സംഖ്യാ പമ്പരമുണ്ട് സംഖ്യാ പമ്പരവും ഇതുപോലെ യൂസ് ചെയ്യുന്ന ഒരു ലേണിംഗ് എയ്ഡാണ്. അതുപോലെ തന്നെയുള്ളതാണ് ടെൻ ഫ്രം എന്ന് പറയുമ്പോൾ 2, 3 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ടെൻ ഫ്രം യൂസ് ചെയ്യുന്നത്. അത് വേറൊന്നിനുമല്ല, സങ്കലനം, വ്യവകലനം എന്നീ ക്രിയകൾക്ക് സംഖ്യയെ 10മായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുന്നതിന്. അതായത് നമുക്ക് ആ സംഖ്യ തന്നിരുന്നാൽ അതിനെ നമ്മൾ 10മായി ചേർന്ന് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പസിൽ പൂർത്തിയാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ടെൻ ഫ്രം ആണ്. അതിന് 10 കോളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ 5 കോളവും 2 വരിയും അങ്ങനെ മൊത്തം 10 ബോക്സ് അവിടെ ഉണ്ടാക്കിയെടുക്കും. അതിൽ ഇപ്പോൾ കുട്ടിക്ക് 8+7 എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് കുട്ടി 2 ടെൻ ഫ്രെയിമുകൾ എടുക്കും ഇതുപോലത്തെ 2 ടെൻ ഫ്രെയിമുകൾ എടുത്തിട്ട് ഒന്നിൽ 8 മുത്തും ഒന്നിൽ 7 മുത്തും നിറയ്ക്കും. ശേഷം രണ്ടാമത്തെ ടെൻ ഫ്രെയിമിൽ നിന്ന് 2 മുത്തുകൾ ആദ്യത്തിലേക്ക് മാറ്റി ആദ്യത്തെ 10 കോളവും കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രൊസീജിയർ മുന്നോട്ട് പോകും തോറും കുട്ടിക്ക് 8+7 അത് മാറ്റിക്കൊണ്ടിരിക്കും. 8+7 എന്നത് 15 എന്ന രീതിയിൽ കുട്ടിക്ക് സങ്കലനം മനസ്സിലാക്കാനും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വ്യവകലനം കുറയ്ക്കാനും നമുക്ക് ഈ ടെൻ ഫ്രെയിം യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 2 നമ്പേഴ്സാണ് കൂട്ടേണ്ടതെങ്കിൽ 2 ടെൻ ഫ്രെയിം വേണം. 2 നമ്പേഴ്സ് കുറയ്ക്കണമെങ്കിലും 2 ടെൻ ഫ്രെയിം വേണം. അപ്പോൾ ഇത്തരം ലേണിംഗ് എയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഇത് കൂടുതലും നമ്മുടെ LP ക്ലാസ്സുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. UPക്ക് ഇതൊക്കെ ചോദിക്കുമെന്ന് അറിയില്ല, കാരണം അവർ ഈ ഒരു ടെക്സ്റ്റ് ബുക്കൊന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ LPSA UPSA എക്സാമിന് വേണ്ടിയിട്ട് BEdകാരും ഒക്കെ DLEDൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ തന്നെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അതൊരു നമുക്കൊരു ന്യായീകരണമായിട്ട് പറയാനും പറ്റില്ല. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം മാത്തമാറ്റിക്സിൽ എന്തൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം മാത്സിൽ എന്തൊക്കെ ലേണിംഗ് എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. പസിൽസ് യൂസ് ചെയ്യാം, അതുപോലെ
എന്താണ് ജോമെട്രിക്കൽ ഷേപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് വേണോ നമുക്ക് മാത്സിൽ യൂസ് ചെയ്യാം. അതിനൊക്കെ പുറമെ നമുക്ക് കുറച്ച് പേരുകൾ അറിഞ്ഞിരിക്കുക. ഇത്തരത്തിലുള്ള 10 ഫ്രം, അതുപോലെ സ്ഥാനവില ബോർഡ്, ഷൂട്ടിംഗ് ബോർഡ്, എന്താണ് നമ്മുടെ ഡിസ്പ്ലേ ബോർഡ്, ഗണിത പാമ്പ്, നമ്പർ ട്രാക്ക്, കാർഡ് കളി, പൊട്ട് സ്ട്രിപ്പ്, സംഖ്യാ ടോക്കണുകൾ, സംഖ്യാപമ്പരം തുടങ്ങിയ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എല്ലാം എന്തിനാണ് എന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കുട്ടിയിൽ വളരെ വ്യക്തമായി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലേണിംഗ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് കേട്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.